കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന് മേൽ വൈദ്യുതി പോസ്റ്റ് വീണ അപകടം. RPL എസ്റ്റേറ്റിലെ സ്കൂൾ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കടവിൽ കൊച്ചുങ്ങളെ ഇറക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം അവിടെ ഒരു പോസ്റ്റ് ഒടിഞ്ഞു വീണു. അപ്പോൾ ഇവിടെ ചവിട്ടിയപ്പം ബാക്കിൽ മരം ഒടിഞ്ഞു വീണു. മൊത്തം പോസ്റ്റ് എൻ്റെ വണ്ടിയിലാണ്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. സുജിത്, ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? പ്രവിത, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് RPL എസ്റ്റേറ്റിലെ കുട്ടികളുമായി വരികയായിരുന്ന സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെടാൻ കാരണം ഈ പോസ്റ്റ്, ഈ ടോൾ ബസിന് മുകളിലേക്ക് വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്തു നിന്ന് മരം ഈ പോസ്റ്റിന് മുകളിലേക്ക് വീഴുകയും അങ്ങനെയാണ് ഈ പോസ്റ്റ് വാഹനത്തിന് മുകളിലേക്ക് വീണത്. പുറത്തുപുഴ സെക്ഷൻ പരിധിയിലുള്ള KCBയുടെ മുഴുവൻ ലൈനുകളും ഓഫ് ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം തലനാടിലേക്ക് തെന്നിമാറിയത്. ഫയർഫോഴ്സ് എത്താൻ വൈകിയതോടെ ഈ പ്രദേശത്ത് ഈ തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റുകയും KCB അധികൃതരെത്തി ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ആർക്കും തന്നെ പരിക്കില്ല. ആശ്വാസകരമായ വാർത്തയാണ്. വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണിട്ടും കുട്ടികൾക്ക് പരുക്കില്ല എന്നുള്ളതാണ് വിവരം. എന്തായാലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് സുജിത് സുരേന്ദ്രൻ നൽകുന്ന വിവരം.